ഗോഡ്സെയെ പുകഴ്ത്തിയ ഷൈജ ആണ്ടവൻ കോഴിക്കോട് NITയിൽ ഡീനായി ഇന്ന് ചുമതലയേൽക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന ചേരുന്നുണ്ട്. അഭിന, ഷൈജ ആണ്ടവനെ ഇത്തരത്തിൽ ഡീനായി ചുമതല ഏൽപ്പിച്ച സമയത്ത് തന്നെ വളരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നതാണ്. ഗോഡ്സെയ്ക്ക് പകരം ഗാന്ധിജിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയ ഗോഡ്സെ എന്ന രീതിയിൽ അവർ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടത് അന്ന് തന്നെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് NITയുടെ ഡീനായി അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പരാതികളും അന്ന് അതിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അതുല്യ, ഒരു RSS അജണ്ട ഇവിടെ നടപ്പിലാക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം NITയുടെ മുൻപിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡീനായി ഷൈജ ആണ്ടവൻ അധികാരമേൽക്കുന്നത്. നിലവിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിട്ടാണ് ഷൈജ ആണ്ടവൻ ഇന്ന് അധികാരമേൽക്കുന്നത്. മുൻപുണ്ടായിരുന്ന ഡോക്ടർ പ്രിയ ചന്ദ്രന് പ്ലാനിംഗ് 5G ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിരുന്ന പ്രിയ ചന്ദ്രന് പകരമായി ഇന്ന് ഷൈജ ആണ്ടവൻ ഇന്ന് അവിടെ അധികാരമേൽക്കുന്നത്. നമുക്കറിയാം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലും ആവാത്ത ഷൈജ ആണ്ടവൻ എങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ ഒരു സ്ഥാനക്കയറ്റം ഷൈജ ആണ്ടവന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യമായിട്ട് ഈ ഒരു ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെയും നിരവധി പല വിദ്യാർത്ഥി സംഘടനകളും നേരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി മറുപടി നൽകാൻ ആർക്കും സാധിച്ചില്ല. അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു NIT അധികൃതരടക്കം ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. പലതവണ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇതിനൊരു മറുപടി നൽകാൻ NIT അധികൃതർ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ചുമതല ഏൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് 9 മണിക്ക് NIT ആസ്ഥാനത്തേക്ക് ഇന്നൊരു മാർച്ച് നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഏതൊക്കെ തരത്തിലേക്കായിരിക്കും ഈ ഒരു മാർച്ച് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSUവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മാർച്ചിൽ വലിയൊരു സംഘർഷം തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ വലിയൊരു സംഘർഷം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥി സംഘടനകളാണ് മാറി ഈ ഷൈജ ആണ്ടവന്റെ ഈ ഇത്തരത്തിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെ നടത്തുന്നത്. ഒരു RSS അജണ്ട ഇവിടെ നടപ്പിലാക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് NIT ആസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുന്നത്. അതുല്യ, അഭിന, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ എന്ന രീതിയിൽ ഒരു കമന്റ് ഇട്ടതിന് പിന്നാലെ കുന്നമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നിയമ നടപടി നേരിട്ട ഒരാളെയാണിപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന വലിയൊരു സ്ഥാപനത്തിന്റെ ഡീനായി നിയമിച്ചിരിക്കുന്നത്. അതിന് ഷൈജ ആണ്ടവൻ രാജിവെച്ച പദവി ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MK രാഘവൻ MP ഉപവാസ സമരം വരെ നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ നിയമപരമായി യാതൊരു പ്രതികരണവും ഈ NITയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണോ വിശദമാക്കുന്നത്? തീർച്ചയായിട്ടും അതുല്യ, അങ്ങനെ തന്നെയാണ്. കാരണം വിവിധ രാഷ്ട്രീയ സംഘടനകൾ അടക്കം ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു ചോദ്യത്തിന്, അതായത് RSS അജണ്ട ഇവിടെ നടപ്പിലാക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലും ആവാത്ത വ്യക്തി ഇത്തരത്തിൽ വലിയൊരു നിയമനത്തിൽ എങ്ങനെ എത്തി എന്നുള്ളതിന് NIT അധികൃതർ മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ അടക്കം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ കളി ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിവിധ രാഷ്ട്രീയ സംഘടനകൾ അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിന് പോലും NIT അധികൃതർ കൃത്യമായ രീതിയിൽ ഒരു മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ രാഷ്ട്രീയ കളി അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ട ഇതിൽ ഉണ്ട് എന്നുള്ളത് ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് NIT ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ചുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഉപവാസ സമരം അടക്കം ഈ NITക്ക് മുൻപിൽ ഇരുന്നതാണ്. പക്ഷേ എന്നിട്ടും കൃത്യമായ രീതിയിൽ ഒരു നടപടി എടുക്കാതെ ഒരു നിയമന ഉത്തരവ് ലഭിക്കുകയും പിന്നീട് ഇന്ന് ഡീനായി അധികാരമേൽക്കുകയും
ഷൈജ ആണ്ടവൻ അധികാരം ഏൽക്കുകയും ചെയ്യുകയാണ്. ഇന്നൊരു പക്ഷേ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ ഒരു പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ KCയുടെ നേതൃത്വത്തിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അതുല്യ. തീർച്ചയായും അഭിന, എന്തായാലും ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇടുകയും അതിനെ തുടർന്ന് നിയമ നടപടി നേരിടുകയും ചെയ്ത ഷൈജ ആണ്ടവന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡീനായി സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു. ഇന്ന് അവർ ചുമതല ഏൽക്കുകയാണ്. ചുമതല ഏൽക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തായിരിക്കും പ്രതികരണം എന്നുള്ളതും പദവി ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമോ എന്ന കാര്യത്തിലും എല്ലാം വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും. വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും നൽകിയത് അഭിന പി ചിറക്കലാണ്.